നമസ്കാരം രാജാ സാഹിബ്. ഞാന് രാജേട്ടനെ ആദ്യം കാണുന്നത് ഞങ്ങളുടെ നാട്ടിലെ പത്തനംതിട്ട സാരംഗിന്റെ ഗാനമേള വരുമ്പോഴാണ്. ആ ട്രൂപ്പും അതിന്റെ ഗാനമേളയും ഒക്കെ ഇഷ്ടം പോലെ പരിപാടി കളിക്കുന്ന സമയത്ത് ഇന്റർവെല്ലിനുള്ള രാജേട്ടന്റെ മിമിക്രി എന്ന് പറയുന്നത് ആ ട്രൂപ്പിനെയും ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് വേണം വിശ്വസിക്കാൻ, അല്ലേ? എത്ര നാള് സാരംഗിൽ കളിച്ചിട്ടുണ്ട് രാജേട്ടൻ? ഞാനൊരു 4 വർഷത്തോളം നിർത്താതെ കളിച്ചിട്ടുണ്ട്. അതായത് ഒരു ദിവസം 4 സ്റ്റേജ് 5 സ്റ്റേജൊക്കെ കളിച്ചിട്ടുണ്ട്. 5 സ്റ്റേജ്. പത്തനംതിട്ട സാരംഗിന്റെ പ്രോഗ്രാമിന് മുമ്പ് ഞാൻ നമ്മുടെ പന്തളം ബാലൻ അവിടെ ആയിരുന്നു. അതിന് മുമ്പ് കുറച്ച് നാള് ഈ ഉല്ലാസ് പന്തളം, പിന്നെ ഈ വർക്കല സുശീലൻ, അതുപോലെ ഹാസ്യ തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ പോസ്റ്റർ തന്നെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അതിനകത്ത് നമ്മുടെ നെൽസൺ ശൂരനായിട്ടുണ്ടായിരുന്നു. ഈ ഹാസ്യത്തിരുന്നിട്ട് ഞാൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയാം? ആൾക്കാർ 9 പേരുണ്ടെന്ന് ഓർത്ത് ബുക്ക് ചെയ്യുമ്പോൾ പുള്ളി ഒറ്റയ്ക്കാണ് പോണേ. 20 ഫിഗറിന്റെ ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റർ വയ്ക്കും. ഒരെണ്ണം തലയൊക്കെ വെച്ച് ഡാലർ മെഹന്തി ആയിട്ട് നിൽക്കും, ഇപ്പുറത്ത് വേറെ ആയിട്ട് നിൽക്കും, ഇപ്പുറത്ത് ഇന്നസെന്റ് ആയിട്ട് നിൽക്കും. നടുക്ക് വെച്ചിട്ട് പിന്നെ റിസ ബാബ, ഇന്നസെന്റ്, മൻസൂർ അലി ഖാൻ, റഹ്മാൻ, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഈ ട്രൂപ്പിൽ നിറച്ചും ഒരുപാട് പേരുണ്ടെന്ന് വിചാരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഫിഗർ ഷോ എന്ന് പറയുന്നതിനും സത്യത്തിൽ ഒരു ജനകീയത കൊണ്ടുവന്നതിനകത്ത് രാജേട്ടന്റെ പങ്ക് വളരെ വലുതാണ്. അത്ര ഡിറ്റോ ആയി ഈ SP സാറിന്റെ ശബ്ദം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് അനുകരിച്ചിട്ടുള്ള ഒരാള്. അതെ അദ്ദേഹത്തിന്റെ രാജേട്ടൻ. ഞാൻ വേറെ ആരും അങ്ങനെ അനുകരിച്ചിട്ടുണ്ട്. ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ട് ചില പാട്ടുകാര് ചില പാട്ടുകളുടെ ശബ്ദം അനുകരിക്കുന്നതല്ലാതെ അദ്ദേഹം വർത്താനം പറയുന്നതൊക്കെ ഇത്രയും കൃത്യമായിട്ട് അനുകരിക്കുന്ന വേറെയുള്ള ഞാൻ കണ്ടിട്ടില്ല. SP സാറിന്റെ ശബ്ദം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വെറുതെ പറയാമോ? இது மூச்சு விடாமல் பாடுற பாட்டு சொன்னாங்க. இட் இஸ் ஹியூமன்லி இம்பாசிபிள் டு சிங் எ சாங் லைக் திஸ் விதவுட் டேக்கிங் எ பிரெத். நான் இந்த படி ஏறி வந்த போதே மூச்சு வாங்கிறது. 4-5 பாட்டு பாட அப்புறம் மூச்சு வாங்கி தான் பாடுவேன். ஆனால் நீங்கள்லாம் கைத்தட்டி ஆசீர்வாதம் பண்ணுங்க. காதலே என் காதலே என்னை என்ன செய்ய போகிறாய்? காதலே என் காதலே என்னை என்ன செய்ய போகிறாய்? நான் ஓவியம் இன்னும் தெரிஞ்சு நீ என்னை கண்ணீரண்டும் கேட்கிறாய். சிறவைகள் சிறகுகள் என்னை என்ன தரப்போகிறாய்? பிள்ளுவதை அள்ளிவிட்டு என்னை என்ன தள்ளப் போகிறாய்? காதலே என் காதலே என்னை என்ன செய்ய போகிறாய்? நான் ஓவியம் என்ன தெரிஞ்சு நீ என்னை கண்ணீரண்டும் லிரிக் இல்லாமல் கூட டூன் கேட்டால் கண்ணி இருந்து தண்ணி வர மாதிரி இருக்கணும். அதில் எனக்கு கிடைச்ச ஒரு நல்ல சாங் தான் இது. நீங்களாம் கைத்தட்டி ஆசீர்வாதம் பண்ணுங்க. நன்றி வணக்கம். കയ്യടി മാത്രല്ല, ഹാർട്ട്സ് ഓഫ് അത് മാത്രമേ പറയാനുള്ളൂ. വേറെ ഏതെങ്കിലും ശബ്ദങ്ങൾ പുതിയ ഇറക്കിയിട്ടുണ്ടോ രാജേട്ടാ അടുത്ത കാലത്ത്? നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാമോ? മാഗി സേവ कभी कृपा हो सकती है, कथा ही नहीं होती. जब भारत मेरी माँ है, पश्चिमी मेरी माँ है, देशवासियों पर जो विश्वास रखता है वो विश्वास हम दिल पर रहेगा. जय भारत. എനിക്ക് ഒരു ആഗ്രഹം, സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഹേ എന്നും കൂടെ ഒന്ന് പറയാമോ? സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഹേ. അതാണ്. വേറെ ഏതാ ഒരു പാട്ടുകാരനും കൂടെ രാജേട്ടാ? ആദ്യമായിട്ടാണ് MG ശ്രീകുമാറേട്ടനെ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സൗണ്ട് അനുകരിച്ച് ഈ 10,000 രൂപ ശരിക്കും അതിൻ്റെ പേറ്റന്റ് എനിക്കാണ് തരുന്നത്. പതിനശ്ശേരിയിലെ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വളരെ വ്യക്തമായ ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫൺസ് അപ്പോൺ എ ടൈം. നല്ലൊരു കയ്യടി കൊടുക്കണം. എന്തായാലും ഈ കൈയടിക്കുന്നവർക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. എന്താണ് സമ്മാനം? 10,000. 10,000 ഇല്ല, 10,000 രൂപയുടെ സമ്മാനമുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊരു ചോദ്യം ചോദിക്കാം. വിഷുവിനോടാണ് ഞാൻ ചോദിക്കുന്നത്. പാട്ട് ശ്രദ്ധിക്കുക, ചോദ്യം ശ്രദ്ധിക്കുക. സ്വാമിനാഥ പരിപാലയാ സുമാ, സ്വാമിനാഥ പരിപാലയാ സുമാം സത്പ്രകാശ
മല്ലീഷു ഗുരുഗുണദേവസേനേശ സ്വാമിനാഥ പരിപാലയ സുമാ. ചോദ്യം ഇതാണ്, സ്വാമിനാഥൻ ഉപയോഗിച്ച പരിപ്പ് ഏതാണ്? ഏതായാലും എന്നെ ഹഠാത് ആകർഷിച്ച ഒരു ശബ്ദമാണ് ഇളയരാജയുടേത്. ആ ശബ്ദം ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നായിരുന്നു. எல்லோருக்கும் வணக்கம். எனக்கு பாடத்தான் தெரிந்தவர் பேசுவது நன்னான்னு வழக்கம் இல்லை. എന്താ നാനും ഒരു പാട്ട് പാടട്ടെ? എൻ്റെ കൂടെ വായിക്കുമോ? റെഡി സർ? தெம்பாண்டி சீமையிலே தேனோடும் வீதியிலே மான் போல வந்தவளே யாரடித்தாளோ யாரடித்தாளோ. தெம்பாண்டி சீமையிலே தேரோடும் வீதியிலே மான் போல வந்தவளே யாரடித்தாரோ 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 யாரடித்தாரோ. അവാർഡ് നൽകുന്നതിനായി രമേശ്വരനെ ക്ഷണിക്കുന്നു. വളരെ സന്തോഷം ഞങ്ങളുടെ ഫണ്ട് സപ്പോർട്ട് വന്നതിന് രാജേട്ടാ. ഒരുപാട് എന്താ പറയുക, കലാകാരന്മാർ വന്നു പോകുന്ന ഒരു കളമാണിത്. ഇതിൽ എന്താ പറയുക, നമ്മളുടെയൊക്കെ വർഷങ്ങളായി നമ്മൾ ഈ പരിപാടിയായിട്ട് നടക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ കലാകാരന്മാരുടെ ഓരോരോ പ്രകടനങ്ങൾ കാണുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് അവരുടെ പെർഫോമൻസും ആ ഒരു സ്പോണ്ടേനിയസ് ഓരോരോ അനുകരണ കലകളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവർക്കൊക്കെ ഇനിയും ഒരുപാട് പ്രോത്സാഹനം കൊടുക്കാൻ ഈ വേദിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒപ്പം നമ്മൾ ഇവരോടൊപ്പം തന്നെ ഉണ്ടല്ലോ എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ. അവരെ ആശംസിക്കുന്നു, നമ്മൾ ആശ്വസിക്കുന്നു. അതെ, അല്ല അവര് അതിനോടൊപ്പം നീ പറഞ്ഞ പോലെ അവരെന്ത് റേറ്റ് മേടിക്കുന്നു അതിലൊക്കെ പിടിച്ചു നിൽക്കണ്ടേ നമുക്ക് പിടിച്ചു നിൽക്കണം.